കർത്താവിൽ പ്രിയരെ, മറ്റൊരു നോമ്പ് കാലത്തിലൂടെ നാം യാത്ര ചെയ്യുകയാണല്ലോ. നോമ്പ് കാലം വർജനത്തിന്റെ കാലം മാത്രമല്ല, ആർജനത്തിൻ്റെത് കൂടിയാണ്. Lent season is not only the season of denial, but also the season of receiving new things from God. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവം വളരെ നല്ലത് എന്ന് കണ്ട ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന്റെ വീഴ്ചയാണ് ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ സുന്ദരമായ തോട്ടത്തിൽ കൗശലക്കാരനായ പാമ്പ് പ്രത്യക്ഷപ്പെടുകയും സൗഹൃദ സംഭാഷണത്തിലൂടെ സ്ത്രീയെ വശീകരിക്കുകയും ചെയ്യുന്നു. ദൈവം ഭക്ഷിക്കുന്നത് വിലക്കിയ കനി ഭക്ഷിക്കുവാൻ പാമ്പ് അവളെ പ്രലോഭിപ്പിക്കുന്നു. വിലക്കപ്പെട്ട കനി എന്നത് ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന അതിരുകളെ കുറിച്ചുള്ള സൂചന കൂടിയാണ് എന്നത് നാം മറക്കരുത്. ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനും പരിമിതികൾ ഉണ്ട് എന്നത് ഇത്തരണം നാം ഓർക്കുക. ദൈവം വെച്ചിരിക്കുന്ന അതിരുകളും അരുതുകളും ലംഘിക്കുവാൻ മനുഷ്യൻ വ്യഗ്രതപ്പെടുന്നു. ഇന്നും മനുഷ്യൻ സാത്താന്റെ തന്ത്രങ്ങളിൽ വീണു പോകുവാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നത്: എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ സ്ത്രീ ദൈവത്തിന്റെ വാക്കുകളേക്കാൾ പാമ്പിന്റെ വാക്കിൽ ആശ്രയിക്കുന്നു. ഒരു ചെറിയ പഴം വലിയ പാപമായി മാറുന്നു. പ്രിയമുള്ളവരെ, ഞാൻ സാധാരണ പറയാറുണ്ട്, വീഴുവാൻ ഹിമാലയം ആവശ്യമില്ല, ഒരു ചെറിയ കല്ല് മതി. ജീവിതത്തിന്റെ നൈർമല്യത നഷ്ടപ്പെട്ടപ്പോൾ അന്യോന്യം മറയ്ക്കേണ്ടതായി വരുന്നു. ദൈവത്തിൽ നിന്ന് പോലും അവർ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നു. അതുവരെ ദൈവം കൊടുത്തിരുന്ന തേജസ്സിന്റെ വസ്ത്രം, ദ ഗാർമെന്റ് ഓഫ് ഗ്ലോറി, അവർക്ക് നഷ്ടപ്പെട്ടു. അത് മാത്രമല്ല, ദൈവവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട അവർ ആത്മീയമായി മരിക്കുന്നു. സ്പിരിച്വൽ ഡെത്ത്. സാത്താൻ സ്ത്രീയുടെ മുമ്പിൽ കൊണ്ടുവന്ന 3 തന്ത്രങ്ങൾ: ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ലസ്റ്റ് ഓഫ് ദ ഐസ് ആൻഡ് പ്രൈഡ് ഓഫ് ലൈഫ് എന്നിവയാണ്. ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിക്കുക മാത്രമല്ല, ദൈവം പറയാത്തത് കൂടി പറഞ്ഞ സ്ത്രീ പാമ്പിന്റെ വശത്തേക്ക് അഥവാ പാപത്തിന്റെ വശത്തേക്ക് കൂടുതൽ ചായുകയാണ്. എന്നാൽ 2-ാം ആദാമായ യേശുവിന്റെ അടുത്ത് ഇതേ പരീക്ഷണമായി സാത്താൻ വരുമ്പോൾ വചനത്തിന്റെ കൃത്യത കൊണ്ട് സാത്താനെ പരാജയപ്പെടുത്തിയ യേശുവിനെ ഈ നോമ്പുകാലത്ത് മാതൃകയാക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകുക. അങ്ങനെയാകുന്നുവെങ്കിൽ ഈ നോമ്പുകാലം രൂപാന്തരീകരണത്തിന്റെയും പുതുവത്സരത്തിന്റെയും പുതു വസന്തത്തിന്റെയും കാലമാകും എന്നുള്ളതിന് സംശയമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിന്റെ ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവത്തിൽ വിശ്വസിക്കുവാനും ദൈവവചനത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുവാനും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഈ നോമ്പിലൂടെ യാത്ര ചെയ്ത് പുതു സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാനും ഇടയാക്കണമെന്ന് യേശു മശിഹായിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.